ഓ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലെയിം കിട്ടുമല്ലേ? ഇതിന് എങ്ങനെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. കൊതുക് ശല്യം അങ്ങനെ ഒന്നും ഇല്ലല്ലോ? ഒന്നും ടെൻഷൻ വേണ്ട. ടെൻഷൻ വേണ്ട. ഓക്കെ, സാറ്റിസ്ഫൈഡ് ആണ് ഇത്? ഓക്കെ. അതായത് വാൽവ് എന്ന് പറയുമ്പോൾ ഈ സാധനം സൈഡിലേക്ക് ക്ലോസ് ചെയ്യുക, ഈ സൈഡിലേക്ക് ക്ലോസ് ചെയ്യുക. നാളെ കാലത്ത് ഇതിന് ടോപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പ്ലാന്റാണ് നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള. നമ്മളെ പ്ലാന്റ് അല്ലല്ലോ ഇത്? ഇത് നമ്മുടെ പ്ലാന്റ് അല്ല. തിക്നെസ് നോക്കി അറിയാൻ പറ്റും, അതിൻ്റെ കനം അല്ലെങ്കിൽ വെയിറ്റ് ഇത് നോക്കി അറിയാം. നമുക്ക് കുറച്ച് കൂടുതലാണ്, നമ്മൾ മറ്റുള്ള പ്ലാന്റുകളുടെ പോലെ ഇല്ല. ഇതിങ്ങനെ ഗ്യാസ് ആകുമ്പോൾ മുകളിലേക്ക് പൊന്തും, അത് കഴിഞ്ഞ താഴും. ഇപ്പോൾ 9 മണിക്കൂർ 10 മണിക്കൂറിനടുത്ത് ഗ്യാസ് കിട്ടും. 10 മണിക്കൂർ? ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഗ്യാസിൻ്റെ ദൗർലഭ്യം ഒരുപാടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ബയോഗ്യാസിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. ഒരുപാട് പേര് ബയോഗ്യാസ് പ്ലാന്റുകൾ തേടി പോകുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ബയോഗ്യാസ് പ്ലാന്റ്, നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ചേട്ടൻ്റെ ബയോഗ്യാസ്, അതായത് പെർഫെക്റ്റ് ബയോഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ആൾക്കാരും വാങ്ങി വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കെല്ലാം അറിയാമെന്നുള്ളതാണ്. എന്നാലും നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് ഭരതൻ. നെട്ടിശ്ശേരിയിലായിരുന്നു നമ്മൾ ആദ്യം സ്ഥാപനം നടത്തിയിരുന്നത്. ഇപ്പോൾ നമ്മൾ മാടക്കത്തറയിലാണ് നടത്തുന്നത്. അപ്പോൾ മാടക്കത്തറയിൽ നമുക്ക് പ്ലാന്റ് മാനുഫാക്ചർ ചെയ്യാനുള്ള യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് ഫൈബർ ഗ്ലാസ് ഇൻഡസ്ട്രി എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. ബയോഗ്യാസ് തന്നെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. നമ്മൾ ഇതിന് മുമ്പും ഇതിൻ്റെ വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് LPGയുടെ ക്ഷാമം കാരണം LPG ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 45 ദിവസം കഴിഞ്ഞിട്ടാണ് ഗ്യാസ് കിട്ടണുള്ളൂ, അടുത്ത് ബുക്ക് ചെയ്യാൻ പറ്റണുള്ളൂ. അങ്ങനെയൊക്കെ നല്ല കംപ്ലൈൻറ്റുകളുള്ള കാരണം പല ആൾക്കാർ ഇപ്പോൾ നമുക്ക് ബയോഗ്യാസ് ചെയ്യാം, പുതിയത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള എൻക്വയറികളുണ്ട്. പിന്നെ ഈ പഴയത് നമ്മൾ ഗ്യാസ് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഗ്യാസ് ഉപയോഗിക്കാണ്ട് നേർന്ന ആൾക്കാർ വരെ നമ്മളെ വിളിച്ചിട്ട് അത് ശരിയാക്കാനാണ് പറയുന്നത്. എന്താ വെച്ചാൽ LPGയുടെ ഒരു ക്ഷാമവും അല്ലെങ്കിൽ അതിനുള്ളൊരു ബുദ്ധിമുട്ടും കാരണം ഗ്യാസ് വേണ്ടാന്ന് പറഞ്ഞിട്ട് സ്റ്റൗ ഊരി വെച്ചിരുന്ന ആൾക്കാർ വരെ നമ്മളോട് ഇപ്പോൾ സ്റ്റൗ ഫിറ്റ് ചെയ്ത് തരണം, അത് ശരിയാക്കി തരണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. മാർക്കറ്റിൽ ഒരുപാട് ബയോഗ്യാസ് പ്ലാന്റുകൾ നമുക്ക് കിട്ടാറുണ്ട്. നമ്മൾ ബയോഗ്യാസ് പ്ലാന്റിന്റെ പ്രത്യേകത എന്താണ്? നമുക്കൊരു പ്രത്യേകത ഉണ്ട്, അതായത് ചേട്ടൻ്റെ ഒരു കണ്ടുപിടുത്തം ഇതിൽ ഉണ്ട്. അത് എന്താണ് നമ്മുടെ പ്രത്യേകത ഒന്ന് പറയാം? നമ്മുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പ്ലോട്ടിംഗ് മോഡലാണ് ചെയ്തിരുന്നത്. സാധാ മോഡൽ. മുമ്പത്തെ മോഡല് പ്ലോട്ടിംഗ് മോഡലാണ്. വാട്ടർ ജാക്കറ്റ് ഉണ്ടായിരുന്നില്ല, പിന്നെ വാട്ടർ ജാക്കറ്റുള്ള മോഡൽ വന്നു. വാട്ടർ ജാക്കറ്റുള്ള മോഡലാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. വാട്ടർ ജാക്കറ്റുള്ളതിന് സൈഡിൽ വേസ്റ്റ് ഒന്നും കാണില്ല, വെള്ളം മാത്രമേ നിൽക്കുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന മോഡലിലാണെങ്കിൽ സൈഡിൽ വെള്ളവും വേസ്റ്റും ഒന്നും കാണില്ല, ഫുൾ കവറിങ് ആയിട്ട് നിൽക്കും. ഗ്യാസിന് പ്രഷർ കൂടുതലാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണ്, ബ്ലോക്കാ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടാൻ പാടില്ല സാധനമിട്ട് ബ്ലോക്ക് വരികയാണെങ്കിൽ നമുക്ക് അത് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. റീസെറ്റ് ചെയ്യാൻ പറ്റും. അതായത് പണ്ടത്തെ പഴയ നമ്മളെ മോഡൽ ബയോഗ്യാസ് പ്ലാന്റുകൾ പല വീടുകളിലും ഇപ്പോൾ തുണി ഉണക്കാനായിട്ടോ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്ലാന്റുകൾ ഉള്ളത് കാരണം തന്നെയാണ് കേരളത്തിൽ ഒരുപാട് പേർക്ക് ഈ പ്ലാന്റ് വയ്ക്കാനായിട്ടൊരു പേടിയുണ്ട്. അത് ഈ പഞ്ചായത്തിനെ ബേസ് ചെയ്തിട്ട് സബ്സിഡി എന്ന് പറഞ്ഞിട്ട് പല പ്ലാന്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ നിന്ന് കൊട്ടേഷൻ എടുത്തിട്ട് വളരെ ക്വാളിറ്റി കുറവിൽ ചെയ്തിട്ട് അത് വെച്ച് പോവും. അതിനുള്ള സർവീസും ഇല്ല, പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഗൈഡൻസ് ഇല്ലാത്ത കാരണം അവർ ഭയങ്കരമായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റേണ്ട കുറേ ഫെയിലായിട്ട് പോയിട്ടുണ്ട്. ഒരുവിധമൊക്കെ ആ പഞ്ചായത്തിൻ്റെ കെയർ ഓഫിൽ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ സബ്സിഡി സ്കീമിൽ വെച്ചിട്ടുള്ള കംപ്ലീറ്റ് പ്ലാന്റുകളും ഫെയിലിയറാണ്. അതൊന്നും മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല. അത് പല സ്ഥലത്തും നമ്മൾ തന്നെ പോയി വിളിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്, ചിലത് ശരിയാക്കാൻ പറ്റണമെങ്കിൽ. പിന്നെ അത് ശരിയാക്കിയാലും കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ പൈപ്പും സാധനങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് അത് നാശമായി പോകും. അപ്പോൾ അതൊന്നും നേരെ നിൽക്കില്ല, ഒടിഞ്ഞു നിൽക്കുക, അതിൻ്റെ പൈപ്പ് കംപ്ലൈൻ്റ് ആയി പോയിട്ട് അങ്ങനത്തെ കംപ്ലൈൻറ്റുകൾ വരികയാണ്. അതാണ് ബയോഗ്യാസിനെ കുറിച്ചുള്ള ഒരു ബാഡ് ഫീലായിട്ട് പലർക്കും പറയുമ്പോൾ തോന്നുന്നത്. അതെ, അങ്ങനെ വരുമ്പോഴാണ് ഇപ്പൊ നല്ല പ്രോഡക്റ്റുകളും ഉണ്ട്, മാർക്കറ്റിൽ തന്നെ കംപ്ലൈന്റ് ആവുന്ന പ്രോഡക്റ്റുകളും ഉണ്ട്. ഇപ്പൊ ആൾക്കാർക്ക് ഒരു പേടിയാണ്, ബയോഗ്യാസ് എന്ന് പറയുമ്പോഴത്തേക്ക് കംപ്ലൈന്റ് ആണ് എന്നൊരു ധാരണയുണ്ട്. അതായത് ഇപ്പോൾ ഗ്യാസിന്റെ മാത്രം ആവശ്യമല്ല, വേസ്റ്റ് നമുക്ക് ഉപേക്ഷിക്കാനായിട്ടായിരുന്നാലും ഇതാണ് ഉപയോഗിക്കുന്നത്, അടുക്കള മാലിന്യങ്ങൾ. ഇപ്പൊ നമ്മളെ പ്ലാന്റ് ചേട്ടൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞത് ഒരു മോഡൽ ഉണ്ടല്ലോ, ഒരു ഹാത്തി മോഡൽ നമ്മൾ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്റ്റാർട്ടിങ് വരുമ്പോൾ എത്രയാണ് പ്രൈസ് വരുന്നത്? അത് നമ്മളിവിടെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലാണെങ്കിൽ നമുക്കൊരു 23,000 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 23,000. അതായത് നമ്മളിപ്പോൾ ഓൾ കേരള ചെയ്യുന്നുണ്ടോ? ഓൾ കേരള ചെയ്യുന്നുണ്ട്. ഓൾ കേരള ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് എൻക്വയറി വന്നാലും നമുക്ക് പോയി ചെയ്ത് കൊടുക്കാൻ പറ്റും. സർവീസ് ആയിരുന്നാലോ?
അതും ചെയ്യാൻ പറ്റും. കുറവ് റേറ്റിലാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഇന്ധനക്ഷാമത്തിൻ്റെ പ്രശ്നങ്ങൾ കാരണം നമ്മുടെ മെറ്റീരിയലൊക്കെ ഒരുപാട് റേറ്റ് കൂടി. അതെ, എല്ലാത്തിനും വില കൂടി. അതുകൊണ്ട് നമുക്കിപ്പോൾ പഴയ റേറ്റിന് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. മുമ്പത്തെ കൺസീൽഡ് മോഡൽ എന്ന് പറഞ്ഞില്ലേ, അതൊരു കുറ്റി ടൈപ്പ് ടാങ്കിന്റെ മുകളിൽ സീൽ ചെയ്ത ടൈപ്പാണ്. അതിനിപ്പോൾ നമ്മൾ എന്തെങ്കിലും ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു വാൽവാണ് വെച്ചണ. ആ വാൽവ് തുറന്നു കഴിഞ്ഞാൽ വേസ്റ്റ് ഫുള്ളായിട്ട് പോവില്ല. അപ്പോൾ അത് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കുറച്ച് വേസ്റ്റ് ഓവറായിട്ട് ഇടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇടാൻ പാടില്ല സാധനങ്ങളൊക്കെ ഇട്ട് ബ്ലോക്ക് വന്നാൽ ഇത് തുറന്ന് വേസ്റ്റ് കളയാന്നാണ് അവർ പറയണത്. പക്ഷെ അതിൽ പോവില്ല. അങ്ങനെ പോവാണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ടോപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പ്ലാന്റാണ് നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കി കൊണ്ടു വെച്ചിട്ടുള്ള. നമ്മളെ പ്ലാന്റ് അല്ലല്ലോ ഇത്. നമ്മുടെ പ്ലാന്റ് അല്ല. ഇതേപോലത്തെ പ്ലാന്റ് വെച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഫുള്ള് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്നും കിട്ടില്ല. അതിന്റെ ഉള്ളിൽ വേറൊരു സ്റ്റെപ്പ് ഉണ്ട്. അങ്ങനെയൊക്കെ കട്ട് ചെയ്താൽ പിന്നെ നമുക്കത് ശരിയാക്കണമെങ്കിൽ ഒരുപാട് പണി ചെലവും കൂടുതലാണ്. അതുകൊണ്ട് നമ്മള് ഇതേപോലത്തെ പ്ലാന്റുകൾ പല സ്ഥലത്തും ഒഴിവാക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് കൊണ്ടുവരാറില്ല. ഇത് കൊണ്ടുവന്നാൽ നമുക്ക് വെക്കാൻ സ്ഥലമില്ലാത്ത നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാറില്ല. അത് അവിടെ തന്നെ ഒഴിവാക്കി വിട്ടിട്ട് നമ്മുടെ പ്ലാന്റ് പല സ്ഥലത്തും വെച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്ലാന്റുകളാണ് പൊതുവെ കംപ്ലൈന്റുകൾ വരുന്നത്. ഇതിനെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് നമ്മളൊരു മോഡൽ കണ്ടുപിടിച്ചത്. അതിനാകുമ്പോൾ നമുക്ക് അങ്ങനെ ഇതൊക്കെ വെട്ടിപ്പൊളിക്കൊന്നും ചെയ്യണ്ട. നമുക്ക് വന്ന് റീസെറ്റ് ചെയ്ത് തരാൻ പറ്റും. ഇല്ല ഇനിയിപ്പോൾ അവിടെ ആരെങ്കിലും ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ പാർട്ടികൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് നോക്കിയാലോ പ്ലാന്റ്. ഈ ടൈപ്പ് പ്ലാന്റാണ് നമ്മളിപ്പോൾ കൺസീൽഡ് മോഡൽ ചെയ്യുന്നത്. 1M3 ആണ്. 1M3 ഇതാണ് നമ്മുടെ ഹാത്തി മോഡൽ, ആനയുടെ ഷേപ്പിൽ ഹാത്തി മോഡൽ. ഇത് നമ്മൾ സാധാരണ 1M3 എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ കപ്പാസിറ്റി ഉണ്ടാവുക. ഇത് നമുക്ക് 1400 ലിറ്റർ കപ്പാസിറ്റി ഉള്ളതാണ്. 1400 ലിറ്റർ. സാധാരണ 1M3 വരുമ്പോൾ 1000 ലിറ്റർ ആണ്. 1000 ലിറ്റർ ആണ്. ഇതിൽ കുറച്ച് കൂടുതൽ 1400 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 8 കിലോ വേസ്റ്റ് ഇടാം. ഒരു 1.5 മണിക്കൂർ ഗ്യാസ് എത്തിക്കാം. 1.5 മണിക്കൂർ ഗ്യാസ് കണ്ടിന്യൂസ് കിട്ടും അല്ലേ? പിന്നെ ഇതിന്റെ ചെറുതുണ്ട്. ചെറുതാകുമ്പോൾ നമുക്ക് 3/4 MQ പ്ലാന്റ്. അതിന് നമുക്കൊരു 3 കിലോ വേസ്റ്റ് ഇടാം. ഒരു 35 മിനിറ്റ് ഗ്യാസ് ഒക്കെ കിട്ടുള്ളൂ. അരമണിക്കൂർ ഗ്യാസ് കിട്ടും. അരമണിക്കൂർ ഗ്യാസ് ഒക്കെ ഒരു ദിവസം കിട്ടുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു 1.5 മണിക്കൂർ ഗ്യാസ് എത്തും. 1.5 മണിക്കൂർ. പിന്നെ ഇതിന്റെ വലുതുണ്ട്. ഇതിന്റെ വലുതാകുമ്പോൾ 2 MQ പ്ലാന്റ് ഉണ്ട്. അതാകുമ്പോൾ ഒരു 15 കിലോ വേസ്റ്റ് ഇടാം. ഒരു 2.5-3 മണിക്കൂറോളം ഗ്യാസ് എത്തിക്കാം. അത് നമുക്കിപ്പോൾ കാണിക്കാൻ നിലവിൽ സ്റ്റോക്ക് ഇല്ല. ഇപ്പോൾ നമുക്ക് ഈ ഓർഡറുകൾ കൂടുതലുള്ള കാരണം ഉണ്ടാക്കി വഴിക്ക് കൊണ്ടുപോകണം. ഇത് മാത്രം സ്റ്റോക്കുള്ളൂ. പിന്നെ നമുക്ക് പഴയ മോഡൽ പ്ലോട്ടിംഗ് നമുക്ക് 3/4 ഇഞ്ച് ഹാത്തി മോഡലിന് വരുമ്പോഴാണ് ചേട്ടൻ നേരത്തെ പറഞ്ഞ 23,000 രൂപ വരുന്നത്. 23,000 വരുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന 1M3 വരുമ്പോൾ 1M3 നമുക്കൊരു 33 രൂപ വരും. 33 രൂപ വരും. പിന്നെ എല്ലാവർക്കും ഉള്ള വേറൊരു സംശയമാണ് ഇതെന്ത് ഈ ഷേപ്പിൽ ഉണ്ടാക്കിയെന്ന്. ഈ ഷേപ്പിൽ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമുക്ക് പ്ലോട്ടിങ്ങിൻ്റെ അതായത് ഈ റൗണ്ടിനേക്കാളും വീതി കുറവായിട്ടാണ് 1M3 ഈ ഹാത്തി മോഡൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ 1M3 പ്ലാന്റിന് ഇരിക്കാവുന്ന സ്പേസിനേക്കാളും വീതി കുറവാണ് ഇതിന്റെ സ്പേസ്. അപ്പൊ നമുക്ക് ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. കുറച്ച് നീളം കൂടുതലാണ്. നീളം നമുക്ക് എല്ലായിടത്തും ഒരു ഇതൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഈ വീതിയാണ് നമുക്ക് എല്ലായിടത്തും പ്രശ്നം. അപ്പൊ ഇത് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും. നമുക്ക് അപ്പുറത്തോടെ കടന്നു പോകാനുള്ള സ്പേസ് ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയ ഗുണം. നമുക്ക് സ്പേസ് കുറച്ച് മതി അല്ലേ ചേട്ടാ? ഇത് ഈ ബയോഗ്യാസ് പ്ലാന്റുകൾ നമുക്ക് ടെറസിൽ ചെയ്യാൻ പറ്റുമോ? ടെറസിന്റെ മുകളിൽ ചെയ്യാം. ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു ഫ്ലാറ്റിന്റെ ടെറസിൽ ചെയ്യാൻ പറ്റും. തീരെ സ്ഥലം ഇല്ലാത്തവർക്ക് മാത്രമാണ് മുകളിൽ ചെയ്യാൻ നല്ലത്. അടിയിൽ സ്ഥലം ഉണ്ടെങ്കിൽ എപ്പോഴും നല്ലത് അടിയിൽ ചെയ്യാൻ. എന്ന് വെച്ചാൽ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും സർവീസ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിലും പിന്നെ നമ്മൾ വേസ്റ്റ് ഇടാനായിട്ട് മുകളിൽ കയറണം. അപ്പോൾ സ്ഥലം ഉണ്ടെന്ന് വെച്ചാൽ ഏത് നിലയ്ക്കും നമുക്ക് അടിയിൽ വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇത് 3/4 MQ പ്ലോട്ടിംഗ് ആണ്. 3/4 MQ ഇതിലൊരു 3 കിലോ വേസ്റ്റ് ഇടാം. ഒരു 35-45 മിനിറ്റ് ഒക്കെ ഗ്യാസ് കത്തിക്കാം. 45 മിനിറ്റ്. ഇതിന് നമ്മൾ പ്ലോട്ടിംഗ് കപ്പാസിറ്റി കൂടുതലുള്ള കാരണം നമുക്ക് കുറച്ചുകൂടി ഗ്യാസ് കൂടുതൽ കിട്ടും. ഇതൊക്കെ അതിൻ്റെ ഉള്ളിലായ കാരണം അതിന് തിരിച്ച് ടൈം കുറയും. പക്ഷെ പ്രഷർ കൂടും. ഇതിന് പ്രഷർ കുറയും, ടൈം കൂടും. അത് രണ്ടും അങ്ങനെയാണ് വ്യത്യാസം വരുന്നത്. ഇതിങ്ങനെ ഗ്യാസ് ആകുമ്പോൾ മുകളിലേക്ക് പൊന്തും, അത് കഴിഞ്ഞ് താഴും. ഗ്യാസ് ഫിൽ ആകുമ്പോഴത്തേക്ക് മുകളിലേക്ക് പൊന്തും, ഓട്ടോമാറ്റിക്കായിട്ട് പൊന്തും. പിന്നെ കത്തിക്കുന്നതിനനുസരിച്ച് താഴ്ന്നു വരും. ഇതിപ്പോ അത്യാവശ്യം ഒരു ചെറിയ ഫാമിലി, ഒരു 4 പേരൊക്കെ അടങ്ങുന്ന ഫാമിലിക്ക്, 4 പേർക്കുള്ള ഫാമിലിക്ക് ഇതായാലും മതിയാവും. ഇതിന് എങ്ങനെ പ്രൈസ് വരുന്നുണ്ട് ഈ മോഡൽ? ഇതാകുമ്പോൾ നമുക്കൊരു 21 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. 21 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. 21 രൂപയ്ക്ക് ചെയ്യാം. പിന്നെ ദൂരം കൂടുമ്പോൾ അതിന്റെ വണ്ടി വാടക അഡീഷണൽ വരും. ഇത് നമുക്ക് ഇവിടെ ചെയ്യാവുന്ന മണ്ണുത്തിയിൽ നമ്മുടെ തൃശ്ശൂർ ചെയ്യാവുന്ന ഏറ്റവും കുറവ് റേറ്റാണ്. ഏറ്റവും കുറവ് അതറിയാം. നമ്മൾ അത് തിരക്കിയിട്ട്, അതായത് മണ്ണുത്തിയിൽ എന്നല്ല, കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല പ്ലാന്റുകൾ ഏറ്റവും പ്രൈസ് കുറച്ച് ചെയ്യുന്ന അതായതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ തന്നെ വീഡിയോ എടുത്തത്. അത് നല്ല റെസ്പോൺസ് ആയിരുന്നു. നമുക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു. ആൾക്കാർ ഇത് ഇപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അവര് തന്നെ പറയും. നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ നമ്മളിപ്പോഴും ഹാപ്പിയാണ്. അവർക്ക് പരമാവധി എല്ലാവർക്കും നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട്. വിളിക്കുന്ന ഒരുവിധ ആൾക്കാരെ നമ്മൾ
ഫുള്ളായിട്ട് സർവീസ് കൊടുക്കുന്നുണ്ട്, അവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്ലാന്റുകൾക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ടോ? വാറണ്ടി നമ്മൾ ഒരു 15 വർഷം 20 വർഷം വരെ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവും. ഇപ്പം നമ്മൾ ഒരു 16 വർഷമായി നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ട് ഇതുവരെ നമ്മൾ കൊടുത്ത പ്ലാന്റുകളൊക്കെ സർവീസും കൊടുത്തിട്ടുണ്ട്, വർക്ക് ചെയ്യാത്ത കംപ്ലൈൻറ്റുകളൊന്നുമില്ല. അതിന് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ശരിയാക്കി കൊടുക്കും. എന്ത് വിഷയം വന്നാലും നമ്മൾ തന്നെ ചെയ്തു. വിഷയം അത് കേരളത്തിൽ എവിടെയായിരുന്നാലും പോയി ചെയ്യും. ചേട്ടൻ പറഞ്ഞായിരുന്നു കാസർഗോഡ് പോയിട്ട് നമ്മൾ സർവീസ് ചെയ്യാൻ പോയിട്ടുള്ള കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട് അല്ലേ? ചെയ്ത് കൊടുക്കും. ഓക്കെ ചേട്ടാ, ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? നമ്മൾ ഇതിൽ ഫുള്ള് ഫൈബറാണ് ഉപയോഗിക്കണേ. ഇതിൻ്റെ ഔട്ടർ വാട്ടർ ജാക്കറ്റ് എന്ന് പറയും. അതായത് ഡൈജസ്റ്ററിൻ്റെ പോർഷനും മൂടി ഗ്യാസ് സ്റ്റോർ ചെയ്യുന്ന ഡോമും ഒക്കെ ഫൈബറാണ്. അതിൽ ഈ മുകളിലേക്കും താഴ്ത്തേക്കും വർക്ക് ചെയ്യുന്ന ഈ പൈപ്പ് മാത്രമാണ് GI വരുന്നത്. GI വരുന്നത്. അത് ഈ പഞ്ചായത്തിലും കോർപ്പറേഷനിലൊക്കെ ഈ സബ്സിഡി ലെവലിൽ കൊടുക്കണ ഈ പൈപ്പുകളൊക്കെ വളരെ കുറഞ്ഞത് ലോക്കൽ പൈപ്പുകളൊക്കെ ഇട്ട് ചെയ്യുമ്പോഴാണ് ഇതിന് പെട്ടെന്ന് കംപ്ലൈൻറ്റ്, അത് ലീക്ക് ആവുക, അപ്പോൾ പിന്നെ ഗ്യാസ് കിട്ടില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ. പിന്നെ നമ്മുടെ ഹാത്തി മോഡലിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് പൈപ്പ് കാര്യങ്ങളൊന്നുമില്ല, ഫുള്ള് ഫൈബറുകൾ മാത്രമേ ഉള്ളൂ. ഫുള്ള് ഫൈബറാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം അതിന് വരില്ല. നമ്മളെ ഈ ഫ്ലോട്ടിംഗ് മോഡലും ഹാത്തി മോഡലും തമ്മിൽ വരുമ്പോഴത്തേക്ക് ഏതായിരിക്കും കൂടുതൽ ബെറ്റർ ആയിട്ട് വരിക? കൂടുതൽ ബെറ്റർ ഹാത്തി മോഡലാണ്. ഹാത്തി മോഡൽ നമുക്ക് പ്രഷർ കൂടുതലാണ്, വേസ്റ്റ് കൂടുതലിടാം. ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ടൈം കൂടുതൽ കിട്ടും. പക്ഷെ ഇത് നമുക്ക് പ്രഷർ കൂടുതലായിരിക്കും, ടൈം കുറവായിരിക്കും. രണ്ട് കാലത്ത് വൈകുന്നേരമായിട്ട് നമുക്ക് കത്തിക്കാം. നമ്മളെ മാർക്കറ്റിൽ ഒരുപാട് പ്ലാന്റുകളുണ്ട്, ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ പ്ലാന്റുകളും നമ്മളെ പ്ലാന്റ് തമ്മിലുള്ള പ്രത്യേകത എന്താണ്, വ്യത്യാസം വരുന്നത്? നമ്മുടെ പ്ലാന്റുകളുടെ തിക്നെസ് നോക്കി അറിയാൻ പറ്റും. അതിന്റെ കനം അല്ലെങ്കിൽ വെയിറ്റ് ഇത് നോക്കി അറിയാം. നമുക്ക് കുറച്ച് കൂടുതലാണ്. നമ്മൾ മറ്റുള്ള പ്ലാന്റുകളെ പോലെ ഇല്ല. അതൊക്കെ നമുക്ക് അത് പ്ലാന്റ് മനസ്സിലാവുന്നവർക്കാണ് അത് മനസ്സിലാവുള്ളൂ. അത് നോക്കി അറിയാൻ പറ്റും. അല്ല, നമ്മള് ഇത് ഞാനൊന്ന് ചോദിച്ചു, തേങ്ങ വീണ് കഴിഞ്ഞാൽ പൊട്ടുമെന്ന് ചോദിച്ചു. ഈ ഷേപ്പിൽ എന്തായിരുന്നാലും ഒരു അത്യാവശ്യം പൊട്ടാതെ കിട്ടൂല. ഇതിനൊന്നും അങ്ങനെ പെട്ടെന്ന് തട്ടിപ്പൊക്കോളും. മറ്റേതിലൊക്കെയാണെങ്കിൽ ചിലപ്പോൾ വന്ന് വീണ ഇതിലേക്ക് വന്ന് വീണാലൊക്കെ പ്രശ്നമാണ്. തേങ്ങ അങ്ങനെയുള്ള സാധനം വന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. അല്ലാണ്ട് പ്രശ്നം വരില്ല. ഇനിയിപ്പോൾ അഥവാ വീണ് എന്തെങ്കിലും പറ്റിയാലും നമുക്ക് ശരിയാക്കാൻ പറ്റും. പാച്ച് ചെയ്യാൻ പറ്റും. ഈ ഹാത്തി മോഡലായിരുന്നാലും നമുക്ക് ശരിയാക്കാൻ പറ്റും. അത് എന്ത് കംപ്ലൈന്റ് വന്നാലും ശരിയാക്കാൻ പറ്റും. ഇത് പ്ലോട്ടിങ്ങിന്റെ 2 MQ പ്ലാന്റാണ്. ഇതിൽ നമുക്ക് 15 കിലോ വേസ്റ്റ് ഇടാൻ ഒരു 3 മണിക്കൂർ 3.5 മണിക്കൂറിൻ്റെ അടുത്ത് ഗ്യാസ് കിട്ടും. 3.5 മണിക്കൂറിൻ്റെ അടുത്ത് കിട്ടും. ഇതിൻ്റെ കൺസീൽഡ് മോഡലാകുമ്പോൾ നമുക്ക് ഇത്തിരി ടൈം കുറയും, പക്ഷെ പ്രഷർ കൂടും. നേരത്തെ പറഞ്ഞ മാതിരി പിന്നെ ഇതിലുണ്ട് അതിൻ്റെ മാറ്റം. പക്ഷേ ഇതിനേക്കാളും കപ്പാസിറ്റി കൂടുതലാണ് നമ്മുടെ 2 MQ കൺസീൽഡ്. അത് നമുക്ക് സാമ്പിൾ കാണിക്കാനില്ല. അവിടെ വർക്ക് ചെയ്യുന്ന കാണിച്ചു തരാം. അവിടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കില്ല, അത് കാണിച്ചു തരാം. ഇപ്പൊ ഈ 2 MQ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കിലോ വേസ്റ്റ് ഇടാന്ന് ചേട്ടൻ പറഞ്ഞാൽ? 2 MQ നമുക്ക് 15 കിലോ വേസ്റ്റ് ഇടാം അല്ലേ? ഒരു ദിവസം 15 കിലോ വേസ്റ്റ് വെള്ളമടക്കം ഒരു 25 ലിറ്റർ ഒഴിക്കാം. അത്യാവശ്യം ഒരു ഹോട്ടലിലേക്ക് ഇപ്പൊ എന്തായാലും ഗ്യാസിന്റെ ഇതുണ്ടല്ലോ, ഈ ഹോട്ടലുകൾക്കുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെയ്ത് കൊടുക്കുന്നുണ്ടോ വലിയ പ്ലാന്റുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഹോട്ടലിലെ പർപ്പസ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഹൈ സ്പീഡിൽ നമുക്ക് എല്ലാ സാധനങ്ങളാവണം, അങ്ങനത്തെ ഒരു പർപ്പസിൽ വേണ്ടിയിട്ടാണ് പല ആൾക്കാർ ചെയ്യണം. അത് നമ്മൾ പ്രതീക്ഷിച്ച് ബയോഗ്യാസ് ചെയ്യരുത്. നമ്മളത് വെറുതെ നമ്മൾ ഓർഡർ ഉണ്ടാവാൻ വേണ്ടി അതും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് LPG ഗ്യാസിന്റെ പോലെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതെ, ആ പ്രഷർ കിട്ടില്ല. നമുക്കിത് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനും പിന്നെ നമുക്ക് അതിൽ നിന്ന് വരുന്ന ഒരു ഗ്യാസ് ബോണസ് ആയിട്ട് കിട്ടും. അത് നമുക്കൊരു 1 മണിക്കൂർ 2 മണിക്കൂർ അല്ലെങ്കിൽ 3.5 മണിക്കൂറൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊരു അഡ്വാൻറ്റേജ് അല്ലേ? ഗ്യാസ് ഈ വേസ്റ്റ് ഡിസ്പോസ് ആവുകയും ചെയ്യുക, അതിൻ്റെ ഒപ്പം ഗ്യാസും കിട്ടുക. അത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഇതിന് പകരം LPGക്ക് പകരം ഇത് വെക്കാന്ന് പല ആൾക്കാരും പറഞ്ഞിട്ട് LPG നമുക്ക് ഒഴിവാക്കി കൂടെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ അത് നടക്കില്ല. അത് നമ്മൾ പ്രതീക്ഷിക്കരുത് അത്രയ്ക്ക്. നമുക്കിപ്പോൾ ഒരു 23,000 രൂപ സ്റ്റാർട്ടിങ്ങിൽ മുടക്കുകയാണെങ്കിൽ പിന്നെ അതിൽ വേറെ ചിലവൊന്നും വരുന്നില്ലല്ലോ. നമ്മളെ വേസ്റ്റ് കൊണ്ട് തന്നെയാണല്ലോ. വേസ്റ്റ് കൊണ്ട് ഇടാൻ വേണ്ടോ, വേറെ അഡീഷണൽ ചിലവൊന്നും വരുന്നില്ല. പിന്നെ നമുക്ക് ഇത് മുതലായി വരാൻ കുറച്ച് സമയം എടുക്കുന്നു മാത്രം. എന്ന് വെച്ചാൽ നമുക്ക് അത്ര ടൈമല്ലേ കിട്ടണുള്ളൂ. അതെ, പല പ്ലാന്റുകളിലും വേസ്റ്റ് ക്രഷ് ചെയ്തിട്ട് മിക്സിയിൽ അടിച്ചിട്ടൊക്കെ ഇടണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ വല്ലതും വേണം? അതിന്റെ ആവശ്യമില്ല. പരമാവധി കട്ട് ചെയ്ത് ചെറുതാക്കി ഇടുക. ചെറുതാക്കി ഇട്ടില്ലെങ്കിൽ ഇതിവിടെ ഇറങ്ങി പോകാൻ ബുദ്ധിമുട്ടാവും. ഇതിൽ ടൈറ്റ് ആയിരിക്കും. കട്ട് ചെയ്ത് ചെറുതാക്കി കൊടുത്താൽ പെട്ടെന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. അതേമാതിരി ദഹിച്ച് ഡൈലൂട്ടായിട്ട് വരും ചെയ്യും. അതാവുമ്പോൾ നമുക്ക് പ്ലാന്റിന് വേറെ കംപ്ലൈന്റ് ഇല്ലാണ്ടിരിക്കും. നമ്മളെങ്ങനെയാണ് നോക്കണമെന്ന് വെച്ചാൽ അതേപോലെ നമുക്ക് ലൈഫ് കിട്ടും. കംപ്ലൈന്റ് ആവാതെ കിട്ടും. പ്ലാന്റിന് പ്രശ്നം വരില്ല. പ്ലാന്റിന് ഗ്യാരണ്ടിയാണ്. വേസ്റ്റ് ഇടണതിന് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അത് നമ്മൾ ഇടുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടാ പറ്റുള്ളൂ. നമുക്ക് ഇതിൽ എന്തൊക്കെ വേസ്റ്റ് ഇട്ടുകൂടാ? അതാണ് നമ്മൾ കിച്ചൺ വേസ്റ്റ് ഇടാന്ന് പറഞ്ഞു. എന്തൊക്കെ ഇടാൻ പാടില്ല? അത് നമുക്ക് ചെറുനാരങ്ങ, മുട്ടത്തൊണ്ട്, പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ, പിന്നെ മാങ്ങണ്ടി, ചക്കക്കുരു. ബാക്കി ഭക്ഷണത്തിന്റെ വേസ്റ്റുകൾ നമുക്ക് ഒരുവിധം ഇടാം. എന്ത് വേണം ഇടാം. മീനിന്റെ വേസ്റ്റ് ആയാലും ചക്കട മടലായാലും ഇതൊക്കെ കട്ട് ചെയ്ത് കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഇടുകയാണെങ്കിൽ
നല്ലതാണ്. പെട്ടെന്ന് ദഹിച്ച് പോവുകയും ചെയ്യും, ഇറങ്ങിപ്പോകാനും സുഖമാണ്. ഇതിപ്പോൾ നമ്മൾ അന്ന് തന്നെ ഇടുമ്പോൾ ഇറങ്ങിപ്പോകാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാകും. ഈ വെള്ളത്തിൽ ഇത് പൊന്തി വരാനുള്ള ഒരു പ്രവണത കൂടുതലായ കാരണം ഒരു ബക്കറ്റിൽ ഇട്ട് വെക്കുക. അങ്ങനത്തെ ഹാർഡായിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ കുറച്ച് ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ട് ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് ഇട്ടാൽ പെട്ടെന്ന് ഇറങ്ങിപ്പോകും. ഇതിൽ നമുക്ക് സ്ലറി വളമായിട്ടും കിട്ടുമല്ലേ? സ്ലറി വളമായിട്ട് കിട്ടും. ആ സ്ലറി നമുക്ക് ചെടികൾക്ക് തെങ്ങനെ കൊഴിക്കാം, അല്ലെങ്കിൽ പിന്നെ വേസ്റ്റ് ടാങ്കിലേക്ക് വിടാം. വേസ്റ്റ് സേഫ്റ്റി ടാങ്കിലേക്ക് വിടണമെങ്കിൽ വിടാം. അതിലേക്ക് വിട്ടാലും നമുക്ക് പെട്ടെന്ന് അതിന്റെ ഡൈജഷൻ നടക്കും അല്ലേ? വേറെ ബ്ലോക്ക് കാര്യങ്ങളൊന്നും വരില്ല. ഇപ്പൊ ചിക്കൻ വേസ്റ്റ്, എല്ലുകൾ അങ്ങനെയൊക്കെ ഇടുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? എല്ലുകള് ദഹിച്ചു പോകാൻ ടൈം എടുക്കും. ഇടുന്നത് കുഴപ്പമില്ല, ദഹിക്കാം, ബ്ലോക്ക് ഉണ്ടാവാതെ ഇടാം അല്ലേ? കുറേശ്ശൊക്കെ നമ്മൾ വീട്ടിൽ വരണൊന്നും കുഴപ്പമില്ല. ഓവർ ക്വാണ്ടിറ്റി ആയിട്ട് ഇടുമ്പോഴാണ് പ്രശ്നം വരുള്ളൂ. അത് കുറേശ്ശെ പൊടിഞ്ഞ് അതിൻ്റെ ഒപ്പം വെള്ളമായിട്ട് തന്നെ വരും. സമയം എടുക്കുന്നു മാത്രം. അത് പെട്ടെന്ന് മറ്റേ പച്ചക്കറിയുടെ വേസ്റ്റുകൾ ഡൈജസ്റ്റ് ആവണമാതിരി ഡൈജസ്റ്റ് ആവില്ല. ടൈം എടുക്കും. അതായത് കണ്ടിന്യൂസ് നമ്മൾ ഇടുകയാണെങ്കിൽ ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കണ്ടിന്യൂസ് കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ടാൽ പ്രശ്നം വരും. കുറച്ചൊന്നും കുഴപ്പമില്ല. നമ്മളെ വീട്ടിലൊരു നമ്മളിടയ്ക്ക് ചിക്കൻ മേടിക്കുന്നതിൻ്റെ ഒന്നും വിഷയമില്ല. ഓക്കെ. ഈ ചില പ്ലാന്റുകൾ നമുക്ക് ഉള്ളിത്തൊലി ഇടാൻ പാടില്ല, മുട്ടത്തോട് അങ്ങനെയൊക്കെ അതൊക്കെ അറിയാണ്ട് ഓരോരുത്തർ പറയണതാണ്. ഉള്ളിത്തൊലിയൊക്കെ ഇടാൻ നമുക്ക്. ഉള്ളിത്തൊലി പിന്നെ ഓറഞ്ചിന്റെ തൊലി ഇടാൻ പാടില്ല, അങ്ങനെ കുറെ ആൾക്കാർ സവോള ഇടാൻ പാടുമോ എന്നൊക്കെ ചോദിക്കും. ഇതൊന്നും കുഴപ്പമില്ല, പച്ചക്കറിയുടെ എല്ലാ സാധനങ്ങളും ഇടാൻ പറ്റും. ഇതിൽ ഇടാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞാൽ ചേട്ടൻ ചക്കക്കുരു, ചെറുനാരങ്ങ, മാങ്ങാണ്ടി, മുട്ടത്തുണ്ട്. ഇത് നമുക്ക് പ്ലോട്ടിംഗ് മോഡലിലെ കപ്പാസിറ്റി കൂടിയ പ്ലാന്റ് ആണ്, 4 MQ. ഇതാകുമ്പോൾ നമുക്കൊരു 35-40 കിലോ വേസ്റ്റ് ഇടാം ഒരു ദിവസം. 40 കിലോ വേസ്റ്റ് ഇടാം. ഇത് നമുക്ക് വീടുകളിലേക്ക് ആവശ്യം വരില്ല. ഹോട്ടലുകൾ അല്ലെങ്കിൽ ഫാം അല്ലെങ്കിൽ മറ്റേ ഫ്ലാറ്റുകൾ അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെയാണ് ഇത് കൂടുതൽ ആവശ്യം. ഹോസ്റ്റൽ പോലുള്ള സ്ഥലങ്ങളിലേക്ക്, കൂടുതൽ വേസ്റ്റ് വരുന്നിടത്തേക്കാണ് ഇത് കൂടുതൽ ആവശ്യം വരിക. ഇതാകുമ്പോൾ നമുക്കൊരു 4-5 മണിക്കൂറോളം ഗ്യാസും കിട്ടും. 5 മണിക്കൂർ വരെ ഗ്യാസ് കിട്ടും. ഇതിനെങ്ങനെ പ്രൈസ് വരും ചേട്ടാ? ഇത്രയും വലുതാകുമ്പോൾ നമുക്ക് ഇവിടെ തൃശ്ശൂരത്തെ പ്രൈസ് എന്ന് പറയുന്നത് 75 രൂപ വരും. 75 വരും. ഇതിപ്പോ നമ്മൾ ഓൾ കേരള ഇത്രയും വലിയ സൈസ് ആയിരുന്നാലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതാകുമ്പോൾ നമുക്ക് ഇത്ര ഹൈറ്റ് വരുന്ന കാരണേ പ്ലാന്റ് ഇത്ര ഹൈറ്റ് ഉണ്ട്. പിന്നെ അതിന്റെ വേസ്റ്റ് ഇടുന്ന ഭാഗം കുറച്ചുകൂടി ഹൈറ്റ് കൂടുതലാണ്. അപ്പൊ നമുക്കൊരു 2 അടി താത്തി വെക്കാൻ പറ്റിയാൽ നമുക്ക് അടിയിൽ നിന്ന് തന്നെ വേസ്റ്റ് ഇടാനൊക്കെ സൗകര്യം. അതായത് കുഴി എടുത്ത് താത്തി വെച്ചാൽ നമ്മൾ എന്തെങ്കിലും സ്റ്റെപ്പ് കെട്ടി കൊടുക്കേണ്ടി വരും. സ്റ്റെപ്പ് ഇടേണ്ടി വരും. ഇത്ര ഹൈറ്റിൽ ഒഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സാധാരണ. അപ്പൊ അതൊരു സ്റ്റെപ്പ് 2 അടി, അല്ലെങ്കിൽ ഇത് താത്തിയിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യാറ്. കുഴി എടുത്ത് 2 അടി കുഴി എടുത്ത് താത്തി വെച്ചാൽ പിന്നെ നമുക്ക് മറ്റേ ഒഴിക്കുന്ന മാതിരി തന്നെ ഒഴിക്കാം. ഇപ്പൊ ഈ കുഴി എടുക്കണമെന്ന് പറയുമ്പോൾ വീട്ടുകാർ എടുത്തു തരണോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണോ ചെയ്യുന്നത്? അത് വീട്ടുകാരാണ് എടുത്തു തരിക. എടുത്തു തന്നാൽ നമ്മൾ അതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ മുകളിൽ വെച്ചാൽ വെച്ചാൽ മുകളിൽ വെക്കാം. നമ്മളെ മറ്റു പ്ലാന്റുകളെല്ലാം ഈ റേറ്റ് പറഞ്ഞത് ഇൻസ്റ്റാളേഷൻ കൂടി ചേർത്തിട്ടാണോ, അല്ലെ ഇൻസ്റ്റാളേഷൻ ചാർജ് വേറെ വരുമോ? ഇല്ല, ഇതെല്ലാം ഇൻസ്റ്റാളേഷൻ അടക്കം. സ്റ്റൗവ്, പൈപ്പ്, വാൽവ്, ചാണകം അടക്കം അവിടെ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരും. നമുക്കത് അടി ലെവൽ ചെയ്യാനുള്ള ബേസ് ലെവൽ ചെയ്യാനുള്ള ഒരു മണൽ മാത്രം വേണ്ടോ, അത് അവർ തരണം. അത് മാത്രം വീട്ടുകാർ അത് മാത്രം പാർട്ടികൾ തന്നാൽ മതി. പിന്നെ അതിൽ നിറയ്ക്കാനുള്ള വെള്ളം അത്രേ വേണ്ടൂ. ചാണകം വരെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകാം. നമുക്ക് ഓഡിറ്റോറിയം, ഹോട്ടൽ അല്ലെങ്കിൽ കൂടുതൽ വേസ്റ്റ് വരുന്ന ഇതിപ്പോൾ ഒരു 35 കിലോ എന്ന് പറഞ്ഞാൽ ഹോട്ടലുകളെ സംബന്ധിച്ച് അതൊക്കെ കുറവാണ്. പിന്നെ നമുക്ക് കൂടുതൽ വേസ്റ്റുള്ള ഹോട്ടലുകളുണ്ട്, അല്ലെങ്കിൽ ഫാമുകൾ, കൂടുതൽ പശുവുള്ള ഫാമുകൾ അങ്ങനത്തെ, അല്ലെങ്കിൽ കൂടുതൽ വീടുകളുള്ള ഫ്ലാറ്റുകളൊക്കെ അങ്ങനെയുള്ളവർക്ക് നമുക്ക് 6 MQ, 8 MQ, 10 MQ വരെ നമ്മൾ പോർട്ടബിൾ ടൈപ്പിൽ ചെയ്യുന്നുണ്ട്. 10 MQ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിലോ വേസ്റ്റ് ഇടാം? അതിലൊരു 100 കിലോ വേസ്റ്റ് ഇടാം. 100 കിലോ വേസ്റ്റ് ഇടാം. അതായത് ഇപ്പോൾ ഓഡിറ്റോറിയത്തിലെ ഫുഡ് വേസ്റ്റ് എല്ലാം നമുക്ക് അതിൽ തന്നെ ഇടാൻ പറ്റും. അതിലിടാം. ഓക്കെ. വലിയ ഹോട്ടലുകളായിരുന്നാലും പിന്നെ അതിലും കപ്പാസിറ്റി കൂടിയ പ്ലാന്റുകളാണെങ്കിൽ നമുക്ക് കുഴി എടുത്ത് ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്. കുഴി എടുത്ത് ചെയ്യാം. അതാകുമ്പോൾ അതിനും കുറച്ച് സ്പേസ് കൂടുതൽ വരും, റേറ്റും കൂടുതൽ വരും. അതാകുമ്പോൾ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രമേ അത് ചെയ്യേണ്ട കാര്യമുള്ളൂ, അത് ആലോചിക്കേണ്ട കാര്യമുള്ളൂ. അല്ലാണ്ട് കുറവ് വേസ്റ്റ് ഉള്ളവർക്ക് എപ്പോഴും പോർട്ടബിൾ ആണ് നല്ലത്. അയച്ചാൽ ഈ ഒരു 100 കിലോന്റെ ഉള്ളിൽ നിൽക്കണമെങ്കിൽ ഇത് പോർട്ടബിൾ ആണ് നല്ലത്. അതിനും കൂടുതൽ വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റേ ഫിക്സഡ് ടൈപ്പ് കുഴി എടുത്ത് ചെയ്യുന്ന ടൈപ്പിലേക്ക് നോക്കണ്ടോ, അതും ചെയ്യാം. എൻക്വയറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മളൊരു 3-4 സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ വേറൊരു കാര്യം ചോദിക്കാമല്ലോ, നമ്മൾ 10 MQ വരുമ്പോൾ എത്ര മണിക്കൂർ നമുക്ക് ഗ്യാസ് കിട്ടും? 10 MQ നമുക്കൊരു 9 മണിക്കൂർ 10 മണിക്കൂറിനടുത്ത് ഗ്യാസ് കിട്ടും. 10 മണിക്കൂർ. ഇത് നമ്മുടെ കൺസീൽഡ് മോഡലിന്റെ 2 MQ പ്ലാന്റ് മേക്ക് ചെയ്യുന്നതാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഗ്യാസിന്റെ ദൗർലഭ്യം ഉള്ളത് കാരണം നിങ്ങൾക്ക് ഒത്തിരി ഓർഡർ കിട്ടുന്നുണ്ടല്ലേ? ഓർഡർ ഉണ്ട്. നമ്മള് ഞായറാഴ്ച ദിവസമൊക്കെ വർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് നിൽക്കണേ. പിന്നെ നമ്മുടെ പണിക്കാര് പോയിട്ട് കുറച്ച് ആൾക്കാർ എത്തിയിട്ടില്ല. അതുകൊണ്ട്
നമുക്ക് പ്രൊഡക്ഷൻ കുറവായിട്ടാണ് വരുന്നത്. നമുക്ക് വിചാരിച്ച മാതിരിയുള്ള പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റില്ല, ആൾക്കാർ കുറവാണ്. ഒരു 3-4 പോയിട്ടുണ്ട്, എത്തിയില്ല. ഇത് നമുക്ക് ഈ പ്ലോട്ടിങ്ങിന്റെ പോലെയല്ല, റേറ്റ് കൂടാനുള്ള മെയിൻ കാരണം വെച്ചാൽ നമുക്ക് പ്ലോട്ടിങ്ങിന് 2 ലെയർ ഇടുന്നിടത്ത് 4 ലെയർ ഇടണം. അതിന്റെ ഇരട്ടി സ്ട്രെങ്ത് കൊടുത്താലേ നമുക്കത് നിൽക്കുള്ളൂ. മറ്റൊരു മാതിരില്ല, പ്ലോട്ടിങ്ങിനാണെങ്കിൽ നമുക്ക് 2 ലെയർ ഇടുന്നിടത്ത് 4 ലെയർ ഇടണം. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ ഒരുപാട് കൂടുതൽ കയറും. അതുകൊണ്ടാണ് നമുക്ക് ഇത് റേറ്റ് കൂടുതൽ വരുന്നത്. പിന്നെ കപ്പാസിറ്റിയും കൂടുതലാണ് മറ്റേതിനെക്കാളും. നമുക്ക് അതിന്റെ സ്ട്രെങ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിന്റെ രണ്ടിന്റെ സ്ട്രെങ്ത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. പേരെന്താ? രാഖി. രാഖി. ഈ പെർഫെക്റ്റിന്റെ ബയോഗ്യാസ് വെച്ചിട്ട് എത്ര കാലമായി? 2 വർഷമായി കാണും. 2 വർഷമായി. 2 വർഷം കൊണ്ടും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് എത്ര MQ ആണ് വെച്ചിരിക്കുന്നത്? എത്ര കിലോ വേസ്റ്റ് ഇടാൻ പറ്റുന്നത്? ഒരു 10 കിലോ മാക്സിമം. 10 കിലോ ഇടാൻ പറ്റുന്നുണ്ട് അല്ലേ? നമുക്ക് എത്ര മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ട് ഗ്യാസ്? കണ്ടിന്യൂസ് ആയിട്ടെന്ന് വെച്ചാൽ ഒരു മാക്സിമം ഒരു മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ നമുക്ക് കിട്ടുന്നു. ചെറിയ തീയിലൊക്കെ ആണെങ്കിൽ കിട്ടുന്നുണ്ട്. ഇവര് സർവീസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഗുഡ് ആണ്. കറക്റ്റ് ആയിട്ട് വന്ന് ചെയ്ത് തരുന്നുണ്ട്. വേറെ ഈ വെച്ച് 2 വർഷത്തിനിടയിൽ എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. ഇത് വെക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു പ്ലാന്റ് വെച്ചിരുന്നു, ഒരു 15 വർഷം യൂസ് ചെയ്തിരുന്ന. അതിങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു. അത് കുറെ നാൾ കഴിഞ്ഞപ്പോൾ അത് പൊട്ടി. പിന്നെ അത് കൊതുകിന്റെ ശല്യമൊക്കെ ആയപ്പോൾ നമ്മളത് മാറ്റിയിട്ടാണ് ഇങ്ങനത്തെ പ്ലാന്റ് വെച്ചത്. ഇത് കുറച്ചുകൂടി യൂസ്ഫുൾ ആണ്. വെള്ളം പ്രശ്നങ്ങളൊന്നും വരില്ല. അതിനേക്കാളും ഒക്കെ ഉപരി നമ്മുടെ വീട്ടിലത്തെ വേസ്റ്റ് പോവാന്നുള്ളതാണ് ഏറ്റവും വലുത്. ഗ്യാസിനേക്കാളും മെയിൻ അതായിരുന്നു. ചുരുങ്ങിയ സ്ഥലത്ത് നിൽക്കുന്നവർക്കൊക്കെ കുറച്ചുകൂടി ബെറ്റർ വേസ്റ്റ് പോകുന്നതാണ്. ഇതിന് എങ്ങനെ സ്മെല്ലോ കാര്യങ്ങളോ? ഒന്നുമില്ല. കൊതുക് ശല്യം അങ്ങനെ ഒന്നുമില്ലല്ലോ. ഒന്നും ടെൻഷൻ വേണ്ട. ഓക്കെ, സാറ്റിസ്ഫൈഡ് ആണ് ഇത്? ഓക്കെ. അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലെയിം കിട്ടുമല്ലേ? ഇത് സെമ്മിലോട്ട് മാറ്റുമ്പോൾ നല്ലോണം നല്ല രീതിയിൽ തീ കിട്ടുന്നു. നല്ലോണം ഉണ്ട്, നല്ല പവറുണ്ട്, നല്ല ചൂടുണ്ട്. ഇത് മെയിനായിട്ട് എല്ലാ ദിവസവും ഉപയോഗിക്കാറുണ്ടോ? ഡെയിലി ഉണ്ട്. ഡെയിലി ഉപയോഗിക്കാം. നമ്മൾ എത്ര പേരുണ്ട് വീട്ടില്? ഞങ്ങൾ ഇപ്പൊ 2 പേരുള്ളൂ. മക്കളൊക്കെ ആയിട്ട് ഒരു 4-5 പേരുണ്ടായിരുന്നതാണ്. പക്ഷെ ഞങ്ങളുടെ ഫുഡിനേക്കാളും ഞങ്ങൾക്ക് ഇതാണ്. നഴ്സറിയിൽ 3 ഡോഗ്സ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഇവിടെ 2 ഡോഗ് ഉണ്ട്. അപ്പൊ അവർക്ക് ഫുഡ്, ഇറച്ചി ഒക്കെ ഞാൻ ഇതിൽ തന്നെയാണ് വെക്കുക. ഫുള്ള് ഡെയിലി കത്തിക്കുന്നതാ. ഈ ഗ്യാസും എല്ലാം അടുപ്പും എല്ലാം അവർ തന്നതല്ലേ? അടുപ്പ് അവർ തന്നതാ. അതിനും വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഈ 2 കൊല്ലം? അത് ഇങ്ങനെ ഈ നോബിന് കുറച്ച് വേസ്റ്റ് കത്തുന്നതല്ലേ, അപ്പൊ അതിന്റെ കുറച്ച് ഇങ്ങനെ ഒരു ടൈറ്റ് ആകുമ്പോ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ തന്നെ അവർ വന്ന് മാറ്റി തന്നു. ഇത് പെരുമ്പാവൂരിന്റെ അടുത്ത് പാണിയേലേരി എന്നുള്ളൊരു സ്ഥലത്താണ് നമ്മൾ ഫിറ്റ് ചെയ്യണത്. ഒരു റിസോർട്ട് പോലുള്ളൊരു സ്ഥലമാണ്. ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയയിലുള്ള ഒരു റിസോർട്ടാണ്. അതായത് ഹോം സ്റ്റേ പോലത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഈ 2 MQവിൻ്റെ പ്ലാന്റ് ഇപ്പോൾ ഇന്ന് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പാറമണലിട്ട് ലെവൽ ചെയ്ത് പ്ലാന്റ് ഫിക്സ് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ചാണകം കളിക്ക് നിറയ്ക്കണം. ഇതിലിപ്പോൾ എത്ര കൊട്ട ചാണകം ഇടേണ്ടി വരും ചേട്ടാ? ഇത് നമുക്ക് ഒരു 30 കൊട്ടയുടെ അടുത്ത് ചാണകം വേണം. അതിൽ 30 കൊട്ട ചാണകം വേണം. ഇതിന് കറക്റ്റ് നമുക്ക് ഗ്യാസ് ഉപയോഗിച്ച് തുടങ്ങാനായിട്ട് ഇതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം എടുക്കും? എന്നിട്ട് 4-ാമത്തെ ദിവസം അല്ലെങ്കിൽ 5-ാമത്തെ ദിവസം തൊട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ച് തുടങ്ങാം. 5-ാമത്തെ ദിവസം നമുക്ക് ചേട്ടൻ പറഞ്ഞ പോലെ ഈ 3 മണിക്കൂർ 3.5 മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് കിട്ടുമോ? അല്ല, സ്റ്റാർട്ടിങ്ങിൽ ഇത്തിരി കുറവായിരിക്കും. അത് കഴിഞ്ഞ് വേസ്റ്റ് ഇട്ട് തുടങ്ങി നമുക്കൊരു 2.5 മണിക്കൂർ 3 മണിക്കൂറിൽ ഗ്യാസ് കിട്ടും. ഈ 4 ദിവസത്തിൽ നമ്മൾ വേസ്റ്റ് ഇടേണ്ട കാര്യമില്ല. ഈ ചാണകത്തിൽ നമുക്കൊരു 15 ദിവസം വരെ വേസ്റ്റ് ഇടണ്ട. 15 ദിവസം വരെ വേസ്റ്റ് ഇടണ്ട. അത് കഴിഞ്ഞിട്ട് വേസ്റ്റ് ഇട്ടാൽ മതി. ഓക്കെ. അതുവരെ നമ്മൾ ഈ ചാണകത്തിന്റെ തന്നെ ഗ്യാസ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേസ്റ്റ് ഇടാം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ടൈം കിട്ടും അല്ലേ? ഇതിപ്പോൾ നമ്മളെ 3 വരെയുള്ള ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 4-ാമത്തെ തൊട്ടാണ് ചെയ്യേണ്ടത്. അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ചാണകം കലക്കി അടുത്ത ദിവസം വാൽവ് അടയ്ക്കുക. അതായത് വാൽവ് എന്ന് പറയുമ്പോൾ ഈ സാധനം സൈഡിലേക്ക് ക്ലോസ് ചെയ്യുക. നാളെ കാലത്ത് എന്നിട്ടൊരു 10 ലിറ്റർ വെള്ളം അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ പിറ്റേ ദിവസം അതിൻ്റെ അപ്പുറത്ത് കൂടെ ബക്കറ്റിലേക്ക് വെള്ളം വീഴും, സ്ലറി വെള്ളം. അതൊരു ബക്കറ്റ് വെച്ച് കൊടുത്താൽ മതി അവിടെ. ചേച്ചി നമസ്കാരം. നമസ്കാരം. നമ്മൾ പെർഫെക്റ്റ് ബയോഗ്യാസിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ്. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമുക്കിവിടെ ബയോഗ്യാസിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് എനിക്ക് ആ നമ്പർ കിട്ടിയത്. അപ്പോൾ ഞാൻ പെർഫെക്റ്റ് ബയോഗ്യാസിനെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ അവർ നല്ല ഒരു അപ്രോച്ച് ആയിരുന്നു കേട്ടോ എന്നോട്. അതായത് ഇപ്പോൾ കൺസീൽഡ് പ്ലാന്റ് ഉണ്ട്, ഓപ്പൺ പ്ലാന്റുകളുണ്ട്.
ഇപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൺസീൽഡ് പ്ലാന്റ് ആണ്. ഈ കൺസീൽഡ് പ്ലാന്റ് തിരഞ്ഞെടുക്കാനുള്ള കാര്യം എന്താണ്? എന്നാന്ന് വെച്ചാൽ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ ചെന്നു ഇത് കാണാനായിട്ട്. ഇത് തന്നെ വെച്ചിട്ടുണ്ടല്ലേ? ഇല്ലില്ല. അപ്പൊ അത് നോക്കിയപ്പോ അതിനകത്ത് ഫുള്ള് കൊതുക് സൈഡിൽ കൂടെ അത് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന, അപ്പം കൊതുക് അങ്ങനെയുള്ള ഇതൊക്കെ വന്ന് ഭയങ്കര സ്മെല്ലും ഒക്കെയാ. അപ്പൊ ഞാനിങ്ങനെ ഇവരോട് ചോദിച്ചു ഇതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരാമോ എന്ന്. അപ്പൊ അങ്ങനെ അയച്ചു തന്നു കഴിഞ്ഞപ്പം അവർ ഓരോന്നിനെ കുറിച്ചും റെക്കമെൻഡ് ചെയ്തു. അപ്പം എനിക്ക് തോന്നി ഇതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അവരെനിക്ക് പറഞ്ഞു തന്നു. അപ്പം ഇത് തന്നെ സെലക്ട് ചെയ്തു. ഇത് ഇവിടെ ഇപ്പോൾ 2MQ ആണ് വെക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്കൊരു 15 കിലോളം വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാന്ന് പറഞ്ഞു. ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതെ, പറഞ്ഞു തന്നായിരുന്നു. നമുക്ക് എത്ര മണിക്കൂർ ഗ്യാസ് കിട്ടും, എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളിതൊരു ഹോം സ്റ്റേ ആണല്ലേ? അതെ. ഹോം സ്റ്റേ ഇത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ലൊക്കേഷൻ എവിടെയാണ്? ഇത് പാണിയേലി പോര്. അതെ. ഇത് വരുന്നത് പെരുമ്പാവൂരാണല്ലേ? പെരുമ്പാവൂര്. ഹോം സ്റ്റേക്ക് ഞങ്ങൾക്ക് 24 hours AC 3000, നോൺ AC 2500. നോൺ AC 2500. നമുക്ക് കപ്പിൾസ് റൂമാണ് വരുന്നത്. ഫാമിലി വരുമ്പോൾ അത് 4 റൂംസ് ഒന്നിച്ച് കൊടുക്കും. 4 റൂംസ് ഒന്നിച്ച് കൊടുക്കും അല്ലേ? ഇപ്പം 10 പേര് അങ്ങനെയൊക്കെ ചോദിച്ചു വരുമ്പോൾ 10-12 അങ്ങനെയൊക്കെ ചോദിച്ചു വരുമ്പോൾ പിന്നെ 22 പേര് ഡേ ഒക്കെ ആകുമ്പോൾ അവർ ഇങ്ങനെ ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാർ വരും. അപ്പം DJക്ക് വേണമെങ്കിൽ DJ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെയെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും. ഫുഡ് സെപ്പറേറ്റ്. ഞങ്ങൾക്ക് AC റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതുകൂടാതെ ഒരു 100 പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള ഫെസിലിറ്റീസും ഉണ്ട്.